ആ നല്ല മഴയാ. ജവന്തി ജവന്തി എടി മഴയൊക്കെ തുറന്നിട്ട് പോവാ, നല്ല മഴയാ. എവിടെ സഞ്ജി? കൊടയുണ്ടാ? നനഞ്ഞിട്ട് വന്നേ. ഞാൻ കടയിലേക്ക് കുറച്ച് സാധനങ്ങളോ വാങ്ങിക്കണോ? അരിയില്ല അത്രേ. ഇവിടെ എന്ത് വേണം? എന്ത്? അത് തന്നേ. ഇന്ന് പോണ്ട. പോണ്ട, കടയിൽ പോണ്ട. പിന്നെ അരിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് കൊടുക്കുന്ന അതിനെ. ഇന്ന് ഒരു സാധനം ഇവിടെ ഉണ്ടാക്കണ്ട. 2 പേർക്കുള്ള ഭക്ഷണം വീട്ടില്. അയ്യോ, എന്താ സംഭവം? അതൊക്കെ ഉണ്ട്, വലിയ സംഭവം ഉണ്ടായി. എന്താ? ലോട്ടറി അടിച്ചടാ. ലോട്ടറിയോ? അവനാ? എന്നിട്ട് എന്നോട് പറഞ്ഞല്ലോ അവൻ. അവന് പറയാനും മാത്രമൊന്നുമില്ല. 5000 രൂപ. ശരിക്കും? ആ, ആദ്യമായിട്ട് അടിക്കുക. 5000 രൂപയോ? അതെ, ഈ 5000 രൂപ വെറുതെ ഈ ഭക്ഷണം വെച്ചിട്ട് കലക്കണ്ടെന്ന് പറ അവനോട്. എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ പറ. അതെ, എന്നാലും സന്തോഷമല്ലേ. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടല്ലേ ലോട്ടറി. പിന്നെ അത് വേണം വേണം വേണം. ഭക്ഷണം കഴിക്കലെന്താ നല്ല കാര്യല്ലേ? ഓ, പിന്നെന്താ നല്ല കാര്യം തന്നെ. പിന്നെ വേറൊരാൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം കൂടി ചെയ്യണ്ട് എന്റെ കൂടെ. എന്ത്? ആർക്ക്? എനിക്കോ? അതെന്താണ്? പറയട്ടെ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാ ഇരുന്നത്. ക്ലീറ്റോന് ഒരേ നിർബന്ധം, ഇവന് മറ്റേ ബ്രോയിലർ ചിക്കൻ ഇഷ്ടമല്ലല്ലോ, നാടൻ കോഴിക്കറി വെച്ചാ മതി. നിനക്ക് വേണ്ടിട്ടാ. കോളടിച്ചില്ല. നാടൻ കോഴിക്കറി, ഊണും മീൻകറി. മീൻ ഞാൻ വാങ്ങിക്കാം. ആണോടാ? എന്തിനു? അല്ല, എല്ലാം ഇനി അവ വാങ്ങിച്ചു. ഒന്നുമില്ല. ഇന്നത്തെ ഫുള്ള് ചെലവ് ക്ലീറ്റോന്റെ. സമ്മതിച്ചാ? അപ്പൊ ഉച്ചയാകുമ്പോ പോരട്ടാ. ഞാൻ രക്ഷപ്പെട്ടിരുന്നു. എന്നാലും ഈ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? വേണ്ട ആൾക്കാ, നാളെ പോയി മേടിക്കാം. ഇനിയിപ്പൊ മഴയല്ലേ, എന്നാ വൈകുന്നേരം എങ്ങാനും പോവാം. വൈകിട്ട് വന്നോട്ടോ. വണ്ടി എടുത്ത് പോരായിരുന്നില്ലേ? ഒന്നും പറയണ്ട, മഴ കണ്ടാ മതി, അപ്പ നിൽക്കും. ആ കുന്ത ഇരുമ്പോലേക്ക് തൂക്കി വിട്ടിട്ട് വേറെ ഒരെണ്ണം വായിച്ചോടെ എന്റെ അമ്മവാ. ഒന്ന് പോടാ അവിടുന്ന്, പഴയതിന്റെ വില കണക്കറിയില്ല. ഇടയ്ക്കൊന്ന് നടക്കണത് നല്ലതാ. ഇത് നടക്കണത് മഴയത്ത് ചൂട് കൂടി അവിടെ ഇരിക്കാന്ന് വെച്ചാൽ സമ്മതിക്കണ്ടേ? അപ്പൊ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. എന്ത് പ്രശ്നം? ഇന്നെന്താ പ്രശ്നം ഉണ്ടായേ? ഒരു പ്രശ്നം ഇല്ലാണ്ട് ക്ലീറ്റസ് എന്നെ ഇങ്ങോട്ട് വിളിക്കോ? ക്ലീറ്റസ് എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലോ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കണതിന്റെ മുമ്പ് ഇവിടെ എത്തണമെന്ന്. അതെന്താന്നറിയില്ല. എന്താണെന്നറിയില്ല. ഒരു കാര്യം മനസ്സിലായി, എന്റെ ചേച്ചി അല്ല പ്രശ്നം. ചേച്ചി ഇല്ലാത്ത ദിവസം ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആരെന്ത് പ്രശ്നം ഉണ്ടാക്കി നീ പറയണത്? എനിക്ക് അറിഞ്ഞൂടാ. കനക വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഒരു പ്രശ്നം ഇല്ലാണ്ട് അവൻ എന്നെ വിളിക്കോ? എന്റെ അമ്മാവ എനിക്കറിയില്ലാന്ന്. ഒന്നാമത് നീ എന്തിനാടാ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണേ? നിനക്ക് നിന്റെ കാര്യം അന്വേഷിച്ചാ പോരെ? ഞാനിത് എന്തൊരു കുരിശ, എനിക്കറിയില്ല എന്താ പ്രശ്നം. അതല്ലെങ്കിൽ നിനക്കറിയില്ലോ, എല്ലാത്തിനും തിരികൊളുത്തി വിടും. എന്നിട്ട് ആ പ്രശ്നം ഉണ്ടാവുമ്പോ ഒന്നും അറിയില്ല പറഞ്ഞ് കൈ കഴുകും. എന്താണ്ടായി പറയടാ? എനിക്കറിയില്ല. എന്നോട് ചോദിച്ചിട്ട് എന്നെ ദേഷ്യപ്പെടുത്താണ്ട് നീ കാര്യം പറ. ഇനി എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവനല്ലേ വിളിച്ചത്, അവനോട് ചോദിച്ചാൽ മതി. അപ്പൊ അവൻ പറഞ്ഞു തരും. അല്ലാണ്ട് നിങ്ങളെ ഈ പൊട്ടം കളിപ്പിക്കലൊന്നും നിർത്തിക്കോട്ടോ. നല്ലൊരു ഞായറാഴ്ച പല സ്ഥലത്ത് പോകണ്ടോന്നെ ഞാൻ വിളിച്ചു വരുത്ത. എന്നിട്ട് ആള് ജമന്തി നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവളോട് ചോദിച്ചാലേ നടക്കൂ. ജമന്തിയെ, ജമന്തി അമ്മാവൻ വന്നിട്ടുണ്ട്. വാ ഇടുവാ. എന്താ ഇവിടുന്ന്? ഇവിടെ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല. ഞാൻ നിന്നോടല്ലേ ചോദിക്കണേ, നീ എന്തിനാ അവന്റെ മുഖത്ത് നോക്കണ്? നീ പറ, ഇവിടെ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല അമ്മാവാ. ജമന്തി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒന്നും ഇല്ലാണ്ട പാവം ക്ലീറ്റസ് അവ ഊണ് കഴിക്കണമെങ്കിൽ ഞാൻ ഇവിടെ എത്ര എന്ന് പറയോ? പിന്നെ അവ അങ്ങനെ പറഞ്ഞു. എടാ എന്താണ്ടായി പറയാൻ? നിങ്ങൾ എന്താ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പൊട്ടം കളിക്കണേ? ഞങ്ങൾ എന്ത് പറയാനാണെന്ന് എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവൻ അതിൽ ചക്കിക്കൊത്ത ശങ്കരൻ തന്നെ. നിങ്ങൾ കാര്യം പറയണ്ടല്ലേ? എന്ത് കാര്യം പറയണ്ടേ? ക്ലീറ്റോ ചേട്ടൻ എന്താ പറഞ്ഞേ? അവൻ ഭക്ഷണം കഴിക്കാൻ എന്തോ വിഷമമുണ്ട്. അല്ലെങ്കിൽ അവ അങ്ങനെ പറയില്ല. അമ്മാവ ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ അതിന് മുമ്പ് അമ്മാവൻ ഇവിടെ എത്തണം എന്ന് പറയണമെങ്കിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതൊരുമിച്ച് ഊണ് കഴിക്കാനോ? ഞാൻ വെറുതെ അങ്ങനെ അവൻ ജീവിതത്തിൽ ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ഇത് അതൊന്നും അല്ല. പിന്നെ സത്യം പറ, എന്താണ്ടായേ? പറയട്ടെ ഏട്ടാ? പറയേ. ശരിക്കും ഞാൻ പറയും. പറ. ക്ലീറ്റോ ചേട്ടനല്ലേ ഇങ്ങോട്ട് വിളിച്ചേ? അത് എന്താന്നറിയാവോ അമ്മാവാ? എന്താ? ക്ലീറ്റോ ചേട്ടന് ലോട്ടറി അടിച്ചു.
5 ലക്ഷം ആവാം. എത്ര? 5 ലക്ഷം ഉറുപ്പ്യ. ഓടായിരുന്നു അങ്ങനെയൊന്നുമില്ല. സത്യം സത്യം. ആ അമ്മാരുടെ പറഞ്ഞ ഇല്ല, എന്നോട് ഇപ്പഴേ പറഞ്ഞു. കള്ള. എന്നിട്ട് അവ അത് എന്നോട് പറഞ്ഞില്ല. ഭയങ്കര ഭാഗ്യവാനല്ലേ. 5 ലക്ഷം ഭാഗ്യം വരണ വഴിയേ. അല്ല അവൻ പെരും കള്ളനാട്ടോ. അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. വരട്ടെ. വാടാ വാടാ. അമ്മാവ എത്തിയോ? നീ വിളിച്ചാ ഞാൻ വരാതിരിക്കോടാ. ഏയ് നാടൻ കോഴിയൊക്കെ ആയിട്ടുള്ള വരവ്. ഓ വേണ്ട, ഇവിടെ ഒരാളത് മറ്റത് കഴിക്കില്ലല്ലോ വെള്ള. അമ്മ എപ്പ എത്തി? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയുള്ളൂ. ആ അതെ, ഈ കോഴിയിലൊന്നും ഒതുക്കിയ പോരാ, ചെലവ് ചെയ്യണം. ദൈവം എന്റെ ഭാഗത്താ. പിന്നെന്താ? മഴയൊന്ന് ചാരിപ്പിടിക്കും വണ്ടിയോട് കേടും. നേരൊക്കെ എന്താ വഴിന്ന് ആലോചിച്ചിരിക്കാം. ഇനിയിപ്പൊ വേണ്ടല്ലോ. ഇങ്ങനൊന്നും വേണ്ട, പകുതി പൈസ തന്നാ മതി, ബാക്കി ഞാൻ എടുത്തോളാം. പകുതി എന്ത്? ഒരു വണ്ടി വാങ്ങിയാലേ ആകെ ക്ലീനസ് ചെയ്യും. അങ്ങനെ അത്ര മോഹം നിക്കില്ല. പിന്നെ ഇങ്ങോട്ട് വാടാ. ഈ കാശൊക്കെ വരും പോകും, പക്ഷെ അത് അങ്ങനെ ദൂർത്തടിച്ച് ചെലവ് ചെയ്യരുത്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അമ്മാവ? അല്ല, ഇങ്ങനെയൊക്കെ ചെലവ് ചെയ്യണം, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അല്ലാതെ അങ്ങോട്ട് പണം വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങോട്ട് ചെലവ് ചെയ്യും, അത് പാടില്ല. എന്താ വീടിന്റെ തെക്കേ പുറത്തുള്ള 5 സെന്റ് സ്ഥലല്ലേ, അത് നമുക്ക് ക്ലീറ്റസിനാണ് കൊടുക്കാം. ഓ വെറുതെ വേണ്ട. ഇനി പമ്മാൻ വെറുതെ എന്ന് വെച്ചിട്ടൊരു വാശിയൊന്നും വേണ്ട. ഇപ്പോഴത്തെ വില ഒന്നും വേണ്ടെങ്കിൽ ഒരു 3 ലക്ഷം ഉറുപ്പ്യ തന്നാ മതി. ബാക്കി കാശിന് ഈ അതിലൊരു ചെറിയ വീട് അങ്ങോട്ട് വെച്ചോ. ഇവരുടെ ആട്ടും തുപ്പും കൊണ്ട് ഇവിടെ കിടക്കണ്ടല്ലോ, അവിടെ താമസിക്കാം കേട്ടോ. അല്ല അമ്മാവന്റെ ആഗ്രഹം ഇനി അതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആലോചിക്കാം. അങ്ങനെ ആലോചിക്കാവോ? വയസ്സായവര് പറഞ്ഞത് കേൾക്കണം. നീ ഇപ്പൊ ഇത് ബാങ്ക് കൊടുക്കുക ഇത്, അതോ മാറിയില്ലേ? കാശ് മാറിയോ? ഏത് കാശേ അങ്ങനൊന്നും ബാങ്ക് കൊടുക്കണ്ട. അതൊക്കെ നല്ല മുതലാളിമാരുടെ കയ്യിൽ കൊടുത്താൽ മുഴുവൻ കാശ് ഇങ്ങോട്ട് കിട്ടും. ഇപ്പൊ എന്താ കാട്ടി? കാശ് എങ്ങനെ മാറ്റിയോ നീ? എന്തിന്റെ? ഓടാ, അറിയാത്ത പോലെ. എന്താ കാട്ടി നീ കാശ്? നീ എന്താടാ കണ്ണും പിടിയും കാണിക്കുന്നത്? നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവന്റെ മരുവനല്ല, മകനെ പോലെ. ഞാൻ പറഞ്ഞത് അവൻ കേൾക്കും. അല്ലെ, നീ 5 ലക്ഷം ഉറുപ്പ്യ എന്താ കാട്ടി മാറ്റിയോ, അതോ കയ്യിലാണോ ബാങ്കിലാണോ, അതാ ചോദിക്കുന്നത്. 5 ലക്ഷം? ഏത് 5 ലക്ഷമാണ് അമ്മാവൻ ലോട്ടറി അടിച്ചത്? ലോട്ടറി അടിച്ചതാ? 5000 രൂപ മാറാൻ ഇനിയിപ്പോ എവിടെ കൊണ്ടുപോകണം? 5000 രൂപ മാറാ കടയിൽ കൊടുത്തപ്പോ അപ്പൊ തന്നെ മാറി 500 രൂപയുടെ ടിക്കറ്റ് കൊടുത്തു ഞാൻ. 5000? ആ നീ എത്രടാ പറഞ്ഞു? ഞാൻ 5000 രൂപ. നീ 5 ലക്ഷം എന്നാണ് പറഞ്ഞു. അല്ലല്ല 5000 പറഞ്ഞേ. അമ്മാവിന് കേട്ടന്റെ കുഴപ്പം, ചെവിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടാവും. 5000 തന്നെ ഞങ്ങൾ പറഞ്ഞല്ലേ. അമ്മാവനും ചെവിയില്ല ഇപ്പൊ. 5000? അതെ അമ്മാവ ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ തറച്ചിട്ടുണ്ട്. ഞാനിനിയിപ്പോ അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണ് ഈ മുന്നോട്ട് നീങ്ങുന്നത്. 5 സെന്റ് തരാന്ന് പറഞ്ഞല്ലോ. എപ്പോന്നാ പറഞ്ഞത്? അതെ, ഞാൻ തരാന്ന് പറഞ്ഞു. 3 ലക്ഷം ഉറുപ്പ്യ തന്നാന്ന് ഞാൻ പറഞ്ഞു. അത് നീ കേട്ടോ? അതെപ്പോ പറഞ്ഞു? അതും പറഞ്ഞു. പറഞ്ഞില്ലേ? അത് ഞാൻ കേട്ടില്ലല്ലോ. എന്നാ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് നീ കേട്ടില്ല, നീ ഇങ്ങോട്ട് പറഞ്ഞതും കേട്ടില്ല. ഒന്നും നമ്മള് കേട്ടിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. നീ അത് പോയി ശരിയാക്കി. നല്ല നാടൻ കോഴിയാ. പിടിച്ചു വെക്കാ. വെയിറ്റ് എങ്ങനെയുണ്ട്? ഒരു 3 കിലോ വരും കേട്ടോ. അളിയതിന്റെ ആളാ. നല്ല കുരുമുളക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാൻ പറ. അളിയ നോക്കളയാ, വെയിറ്റ് ഒക്കെ നോക്ക്. കൊണ്ടിട്ട് പോവാ. അല്ല, ഇത് മാത്രമേ ഉള്ളടാ. ഉണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. നീ അങ്ങോട്ട് പോ, സഹായിക്കാം. അവനെ കണ്ടുപഠിക്കണം. വേറെ 5000 ഉറുപ്പ്യ കിട്ടിയുള്ളൂ. എന്നാലും അത് കിട്ടിയ സന്തോഷത്തിന് കുടുംബത്തിൽ എല്ലാവരുടെ കൂടെ ഇരുന്നിട്ട് ആ ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ഉണ്ണണം എന്ന് അവന് തോന്നിയില്ലേ? എന്താ ഈ അംഗീകരിക്കാൻ പറ്റാതെ തന്നെയാണ് ഇവിടെ അടിയും പിടിയും വരുന്നത്. ഞാൻ അംഗീകരിച്ചല്ലോ. ഞാനും അംഗീകരിച്ചല്ലോ. തങ്കത്തിന്റെ ഭാഗ്യം. 5000 കിട്ടി എങ്ങനെ? അപ്പൊ അവൻ 5 ലക്ഷം കിട്ടി എങ്ങനെയാവും? 50 ലക്ഷം കിട്ടി എങ്ങനെയാവും? കോടി കിട്ടി എങ്ങനെയാവും? ഭാഗ്യമുള്ളവനടി, അവൻ കോടീശ്വരനാവും. അഴകേശനാ പറയണം. നോക്കിക്കോ. ചായ വേണോ? ചായ എടുക്കാൻ വാ. ഇനിയിപ്പോ ചായ ഒന്നും വേണ്ട. ഇനിയിപ്പോ ചായ കുടിച്ചാ ശരിയാവില്ല. സന്തോഷായടാ. സത്യം പറഞ്ഞ ഇവിടുന്ന് ഒരു ഫോണ് വന്ന അപ്പൊ എനിക്ക് പേടിയാ. എന്ത് പ്രശ്നമാണ് ഒന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കരുതി. ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് എന്റെ മനസ്സ് നിറഞ്ഞു. ഇങ്ങനെ സന്തോഷമുള്ള കാര്യത്തിന് ചാവുന്നവരെ എന്നും എന്റെ മക്കള് വിളിക്കണേന്നൊരാഗ്രഹമുള്ളൂ എനിക്ക്. ഗ്ലാസും പാത്രവും ഒക്കെ ആവുമ്പോ തട്ടി മുട്ടിന്നൊക്കെ ഇരിക്കും അല്ലേ? പിന്നെ നല്ലതല്ലേ. എന്ത് തട്ടി മുട്ടണ? ഈ കോഴിക്കറി ആണെങ്കിൽ പിന്നെ എന്തിനാടി ഇത്ര വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കാശ് കളയുന്നത്? ആ കുരുമുളക് ഇട്ട കോഴിച്ചാറ്
ചോറ് വിളമ്പില്ലേ? ചോറ് വിളമ്പി. ഇവിടെ പായസം വിളമ്പും പോലെയാണല്ലോ അച്ചാർ വിളമ്പി വെച്ചേക്കുന്നടി. എന്താണ് ഒരു ഇഴച്ചില് ഉച്ചക്കൊക്കെ? അതാവ ഇടയ്ക്ക് ഇങ്ങനെ സന്തോഷം വരുമ്പോ ആടും. ആര് ഇവിടെ ഇല്ലല്ലേ? ഞാൻ അങ്ങനെ നിൽക്കും. അയ്യോ അപ്പഴേ പറഞ്ഞതാ കഴിക്കണ്ടത്. ഞാൻ ചേച്ചി ഇല്ലാത്തോണ്ട് ഡീസന്റാ. ഭയങ്കര ഡീസന്റാ. അളിയൻ പിന്നെ തൊട്ടില്ല. അളിയൻ എന്റെ കൈ കൊണ്ട് പിടിച്ച് മേടിച്ചങ്ങ് കീച്ചി. അതെ, അതാ കണ്ണ് കണ്ടറിയാം. അതെ, ഞാൻ അന്ന് ഡീറ്റസ് നിന്നെ കണ്ടപ്പോ ഞാനൊരു സത്യം മനസ്സിലാക്കിയതാ. നിങ്ങൾ പ്രേമിച്ച് കിടക്കുന്ന കാലത്ത് ഇവിടെ നിങ്ങളുടെ കല്യാണം നടക്കാതിരിക്കും എന്തൊക്കെ പുകിലായിരുന്നു. എന്റെ അമ്മ കുടുംബ മഹിമ പോവും, കുടുംബത്തിന്റെ മാനം പോകുന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ നിന്നില്ലേ? ഇവനോ നീ എന്ന് വിള കെട്ടിയോ അന്ന് ഈ നാട് വിട്ടു പോകും പറഞ്ഞു പോവാൻ. പക്ഷെ അന്നും ഇടോക്ക് നിന്റെ മോഹം കണ്ടപ്പോ നിന്റെ മുഖത്താ സത്യസന്ധ, ആ ദാനശീലം, ആ വിനയം ഈ അമ്മാവൻ മനസ്സിലാക്കി. ഈ അമ്മാവൻ അന്ന് കൂട്ടു നിന്നോണ്ട് കണ്ടാ എന്റെ തങ്കത്തിന്റെ മുഖത്ത് ഐശ്വര്യം കണ്ടു. നല്ലതല്ലേ? പിന്നെ ചിക്കൻ കറി, നാടൻ ചിക്കൻ വറുത്തത്. എന്റെ കൊച്ചിനോട് കിട്ടാതെ അളിയനോടാതെ നിനക്ക് വേണ്ടി മേടിച്ചതാ. അമ്മാവാ, നമ്മളെ ഈ പാലക്കാർക്ക് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ. സ്നേഹിച്ച ഞങ്ങളങ്ങോട്ട് മക്കി കൊല്ലും, പക്ഷേ ഞങ്ങളെ വെറുപ്പിച്ച ഞങ്ങൾ മുക്കിയ കൊല്ലും. എങ്ങനെയല്ല ഒരു കൊല്ലും. കൊല്ലും കൊലയൊക്കെ ഉള്ള കുടുംബത്തിലാണ് വെച്ചോളിയാ. നല്ലതല്ലേ? എവിടെ വന്നൊരു നല്ലത്. അത് ഇന്നെന്തോ കഴിച്ചതിന്റെയാ. പിന്നെ ഞാൻ ഈ കുടുംബത്തില് വേറെ ഒന്നും നോക്കിയിട്ടില്ല. ആ ഒരു വലിയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മുഖം മാത്രമേ എൻ്റെ മനസ്സിൽ അന്ന് ഇന്നും ഉണ്ടായിട്ടുള്ളൂ. ഈ കുടുംബത്തിലെ ഞാൻ അതുകൊണ്ടാണ് തിരിയണില്ലല്ലോ. ഏത് മനുഷ്യന്റെ കാര്യം നീ പറഞ്ഞേ? അവിടെ ഫോട്ടോയിൽ ഇരിപ്പുണ്ട് അവിൽദാര് മാമൻ. മാമനെ കണ്ടിട്ടില്ലല്ലോ നീ? കണ്ടിട്ടുണ്ടാ? പക്ഷെ ആ ഒരു ഭാഗ്യം എനിക്കില്ലാതെ പോയുള്ളൊരു. നീ അതിനെന്തിനാണ് വിഷമിക്കണത്? എന്ത് വിഷമിങ്ങനെ? സന്തോഷിക്കല്ലേ വേണ്ടേ? നോക്ക് എന്റെ മുഖത്തേക്കിന് നോക്ക്. അളിയതൊന്നും മാമന്റെ 7 അയലോകത്ത് വരില്ല. അത് സത്യ. എടാ നീ ഇവിടെ കെട്ടുന്ന കാലത്ത് എന്റെ അളിയൻ ജീവനോടെ ഉണ്ടായിരുന്നു കണ്ടല്ലോ. നീ ഇവിടെ കെട്ടുന്നുണ്ടോ? മുടക്കിയാനെ നിന്റെ കല്യാണം മുടക്കും. നിന്റെ എന്നല്ല, ആരുടെ കല്യാണവും അവിൽദാറും മുടക്കും. കല്യാണം മുടക്കിയാണ്. മകന്റെന്നോ മകളുടെന്നോ കുടുംബക്കാരൻ്റെന്നോ അളിയന്റെന്നോ വ്യത്യാസം ഇല്ലാണ്ട് കല്യാണം മുടക്കും. അതിന്റെ ഇരടാ ഞാന്. നല്ലതല്ലേ? കല്യാണം മുടക്കണം. അല്ല, ഒറ്റയ്ക്ക് ഞങ്ങളെ കണ്ടോ കുട്ടിക്ക് കണ്ടില്ലേ? പക്ഷേ ഞാൻ ഇന്നും ഈ വീട്ടിൽ നിന്ന് എന്താവശ്യത്തിന് ഇറങ്ങിയാലും ഞാൻ എല്ലാരും കാണാതെ അവിടെ ചെന്ന ഫോട്ടോ നോക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങുള്ളൂ അളിയാ. നല്ലതാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ ആ കാര്യം നല്ലതല്ലേ? നിങ്ങൾ വർത്താനം നോക്കിട്ടാ ഭക്ഷണം കഴിച്ചു. മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കാര്യമായിട്ട് പറയാം. ജമന്തിയും അറിയണം, കനയനും അറിയണം. എല്ലാരും അറിയട്ടെ. ഇനി മേലാൽ ഈ കുടുംബത്തിൽ ക്ലൈറ്റോമാനെ കുറിച്ച് ഒരാളെ അപവാദം പറയരുത്. തങ്കപ്പെട്ടൊരു ചെക്കൻ. നല്ലതല്ലേ? അവൻ പറഞ്ഞൊക്കെ നമ്മൾ വിശ്വസിക്കണം, കേൾക്കണം. ഇവിടെ തല്ലുപിടി ഉണ്ടാവാൻ പാടില്ല. അമ്മാവാ എന്നും ചിക്കൻ കറി, ചോറും പാട്ടും കൂത്തും. ഞാൻ പറയാം 4-5 പോയില്ലേ. അതെ അമ്മാവാ, ക്ലീറ്റോയ്ക്ക് ഇതിലൊന്നും ഒരു വിഷമവും ഇല്ല. പക്ഷെ മാമന് സന്തോഷമേ ഉള്ളൂ. കനകാ, ക്ലീറ്റോ തങ്കപ്പെട്ട മനുഷ്യനാണ്. അവൻ ബുദ്ധി ഉപയോഗിച്ച് പെരുമാറൂ. അവനെ കണ്ടുപിടിക്കണം. ക്ലീറ്റോ തങ്കപ്പെട്ട മനുഷ്യനല്ല, തങ്കത്തിന്റെ മനുഷ്യനാണ്. നല്ലതല്ലേ? தங்கோக்கா ഓ, இங்க கொஞ்சம் வாங்களே. ആര്? ആ മുത്തുമണിയാണോ? ஆ
അന്തേ മുത്തുമണി அக்கா ஒரு விஷயம் சொல்லணும். പറഞ്ഞോ. எங்க வீட்டு கோழியை காணல. எங்க வீட்டு கோழி சேவை சேவை கோழி அத காணல. என் பையன் சொன்னா இந்த வீட்டு கிளீட்டஸ் சாரு அதுல கையில தூக்கிட்டு இப்படி போனதை பார்த்தேன்னு. എന്താ എന്താ ഒന്നും കൂടി പറഞ്ഞേ. இல்லக்கா எங்க வீட்டுல നിന്റെ വീട്ടിലെ കോഴീനെ കാണാനില്ല അല്ലേ? അത് എന്റെ ക്ലീറ്റസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? அதேதான் நானும் சொல்றேன். அது என் வீட்டுக்காரன் குடிகாரன் உங்களுக்கே தெரியும். ஏதோ ஒரு 50-100க்கு ஆசைப்பட்டு சாருக்கு வித்திருப்பான். அதனால நீங்க என்ன பண்ணுங்க, சார்கிட்ட சொல்லி அந்த கோழியை எனக்கு கொஞ்சம் திருப்பி கொடுத்துருங்கக்கா. മുത്തുമണി, നിന്റെ വീട്ടിൽ അങ്ങനെ പല സാധനങ്ങളും കാണാതാവും. അതിന് ഉടനെ ഓടിപ്പടച്ച് ഇങ്ങോട്ട് വരില്ല. നിന്നോട് ആരാ പറഞ്ഞ എന്റെ ക്ലീറ്റസ് ഇത് കൊണ്ടുവന്നെ കണ്ടുവന്ന്? அக்கா என் குழந்தை சொன்னாங்கக்கா. என் குழந்தை കുഴന്ത സ്വന്നതും കേട്ടവളും കൂടെ വന്നേക്കുക. என் பையன் நோனா சொல்ல மாட்டான். മാട്ടാ നിന്റെ പയ്യൻ നുണ ചൊല്ലൂല്ലെങ്കിൽ എന്റെ ക്ലീറ്റോയും നുണ ചൊല്ലൂല. എന്റെ ക്ലീറ്റോ അത് മാർക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച കോഴി. அக்கா இல்லக்கா, என் புருஷன் ஒரு குடிகாரன் 50-100க்கு ஆசைப்பட்டு சாருக்கு வித்துட்டாரு அந்த கோழியை. നീ കണ്ടോ വിക്കണത്? ഇല്ലല്ലോ. அக்கா என் பையன் பார்த்தான் அந்த கோழியை சார் கையில മുത്തുമണി, ഇത്രയും നേരം ഞാൻ മര്യാദക്ക് തന്നോട് സംസാരിച്ചത്. ഈ മാതിരി വർത്താനം പറഞ്ഞിട്ട് എന്റെ കുടുംബത്തോട്ട് വരരുത്. நானும் சொல்றேன், அந்த கோழி என் குலதெய்வம் கருப்பு சாமிக்கு நேர்ந்து விட்ட கோழி. அதை அறுத்து சாப்பிட்டா ரத்தம் கக்கி செத்து போயிருவீங்க. அதனால சொல்றேன், சார்கிட்ட கேட்டு எனக்கு என் கோழியை வாங்கி கொடுங்க, அவ்வளவுதான். മുത്തുമണി, അങ്ങനെ ക്ലീറ്റോ അങ്ങനെ എടുക്കില്ലേ മുത്തുമണി? இல்லக்கா, நீங்க எனக்கு கேட்டுட்டு வந்து சொல்லுங்களேன். 750 ரூபா வந்து விலை சொல்லிட்டு போன கோழி நான் கொடுக்காம வச்சிருக்கேன். ஒண்ணு எனக்கு என் கோழியை கொடுங்க, இல்லைன்னா 750 ரூபா பணத்தை கொடுங்க, அவ்வளவுதான் சொல்லிட்டேன் நான். നിന്റെ മോൻ കണ്ടോ? அவன் பார்த்துட்டு தான்க்கா சொல்றேன். நீங்க போய் கேட்டு சொல்லுங்க. ഒരു മിനിറ്റ്. ക്ലീറ്റോ, ക്ലീറ്റോ വന്നേ. കോഴീനെ അവിടെ നിന്ന് കിട്ടിന്ന്. ഏത് കോഴി? ഇപ്പൊ കറി വെച്ച് തിന്നില്ലേ? എന്തേന്ന് വാങ്ങിച്ചു? നാടൻ കോഴിനെ നിങ്ങൾ ചന്തയിൽ നിന്ന് മേടിച്ചോ? ചന്തയിൽ പിടിച്ച നാടൻ കോഴി. ചന്തയിൽ നാടൻ കോഴി കിട്ടുമോ? നിനക്കെന്താ? ഇല്ല കിട്ടൂല. എനിക്കറിയാം. ക്ലീറ്റോ നുണ പറയരുത്. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എന്താടി? ക്ലീറ്റോ മുത്തുമണിയുടെ ഒക്കെ വീട്ടിൽ നിന്ന് കട്ടെടുത്തിട്ട് വന്നാലേ കോഴീനെ നിക്കണവര്. നോക്കല്ലേ നിനക്ക് ക്ലീറ്റോ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ക്ലീറ്റോ അവിടെ അമ്മാവനും എല്ലാരും ക്ലീറ്റോനെ പറ്റി ഇപ്പൊ നല്ലത് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ട് ക്ലീറ്റോ കോഴിക്കള്ളനെ വിളിക്കും. വെറുതെ പറയിപ്പിക്കാതെ പൈസ കൊടുത്തു. എന്റെ സ്വഭാവം മാറ്റരുത്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച കോഴി നീ എവിടെ നിങ്ങൾക്ക് എവിടെ പൈസ കിട്ടിയത്? എടി നിന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് ലോട്ടറി അടിച്ചത് 5000 രൂപ. ലോട്ടറിനെ കാണിക്കാൻ ഞാൻ തന്നിട്ട്. ഓ എടി ലോട്ടറിനെ കാണിക്കാൻ ഞാൻ ലോട്ടറി നടരാജന്റെ കൈ ഇരിക്കായിരുന്നു. ഞാൻ രാവിലെ പോയി അത് നടരാജനെ ഞാൻ കൊല്ലും. മര്യാദ പറഞ്ഞോ. പൈസ കൊടുക്ക്. ബാക്കി പൈസ നിന്റെ പൈസ ഞാൻ കൊടുക്കാം. നീ തങ്കം ഒരുമാരത്ത് വർത്താനം പറയരുത്. എവിടെയും വന്ന് എന്തായാലും പറഞ്ഞ അത് കേട്ടങ്ങ് നിന്നോ. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ പിന്നെ ആവാം. എന്റെ കോഴിക്ക് ആദ്യം ഒരു മറുപടി പറയേ. നിന്റെ കോഴി നീ എന്താണ് നിന്റെ ഉദ്ദേശം? நீங்க கோழி எடுத்துட்டு வந்ததை என் பையன் பார்த்தான். அதனால ஒழுங்கா என்னோட கோழியோட பைசாவை கொடுங்க, என் கோழியை கொடுங்க. കോഴി ഉണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിട്ട് മര്യാദയ്ക്ക് വളർത്തണം കേട്ടാ. ആളുകൾ കാശ് കൊടുത്തു കോഴി നിന്റെ എങ്ങനെ സമ്മതിക്കണം? ஆஹா, என் வீட்டு கோழியை திருடிட்டு வந்துட்டு இந்த பேச்சு பேசுவீங்களா நீங்க? அக்கா இந்த பாருங்க, எனக்கு என் கோழியை திருப்பி கொடுங்க. പെണ്ണുമ്പിള്ള വീട്ടിൽ വന്ന് മര്യാദ സംസാരിച്ചതിന്റെ വിധം മാറും കേട്ടാ. ஆஹா, என் விதமும் மாறும் பாக்குறீங்களா? നീ നിന്റെ കെട്ടിയുള്ളത് കാണിച്ചാൽ മതി. നീ ആരുടെ എന്റെ അടുത്ത് ഇവിടെ വന്നോ എന്നെ വരട്ടെ. தண்ணி அடிச்சுட்டு பேசுற பாருங்க. அக்கா இங்க பாருங்க, எனக்கு என் கோழியை கொடுங்க. அது குல தெய்வத்துக்கு நேர்ந்து விட்ட கோழி. அதை சாப்பிட்டீங்கன்னா ரத்தம் கக்கி செத்துருவீங்க. അയ്യോ ഞാനങ്ങ് കക്കി ചാവട്ടെ. നിനക്ക് നഷ്ടമുണ്ടോ? ഉണ്ടോ? எனக்கு ஒரு நஷ்டமும் இல்ல. ഞാൻ പൈസ തരാം. നിന്റെ കെട്ടിയ കള്ളു എന്താ ഒന്നുമില്ല. തയ്ച്ചത് മേടിക്കാൻ വന്നതാ. പ്രശ്നമുണ്ട്. ഇവക്കടെ കോഴിയെ കാണാനില്ല. ഞാൻ ചന്തയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചോണ്ടെന്ന കോഴി എവിടെയാണെന്ന്. அண்ணா அது எங்க வீட்டு கோழி. இந்த சாரு திருடிட்டு வந்ததை என் மகன் பார்த்தான். നിന്റെ അപ്പൻ തോന്നിയ ദിവസം പറഞ്ഞാൽ அப்பாவுக்கு நீங்க சொல்லுவீங்களா? നിന്റെ അപ്പനെ അപ്പൂപ്പനെയൊക്കെ വിളിക്കുക. അളിയാ ഒരു മിനിറ്റ് നീ അവളെ കോഴി എടുത്തോ? ഞാൻ കോഴി എടുത്തില്ല, അവളെ കൊക്കിനെ എടുത്തില്ല. அண்ணா இவர்தான் எடுத்தாரு. நான் பார்த்தேன். നീ കണ്ടു? நான் பார்த்தேன். என் பையனை
ഇപ്പൊ കണ്ട ഇതാണ് ക്ലീറ്റസ്. ഞാൻ ഇപ്പൊ അമ്മാവന് മനസ്സിലായോ? എനിക്കിപ്പോഴെന്നല്ല, എനിക്ക് ആദ്യം അറിയാം. ആ അതെ, ഒരു 5000 രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വക പരിപാടി നടത്തേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ അവന് കോഴി കയ്യിലില്ലെങ്കിൽ അതിന് ചെലവാക്കാൻ പൈസ ഇല്ലെങ്കിൽ അവൻ എന്നോട് ചോദിച്ചോടെ ഞാൻ കൊടുക്കൂലേ? ഞാൻ കൊടുക്കില്ലേ? എടാ, അവൻ തങ്കത്തിന്റെ പിന്നാലെ നടക്കണ കാലത്തെ ഞാൻ പറഞ്ഞത് അവൻ അവളെ കൊടുക്കേണ്ട കള്ള ലക്ഷണാണെന്ന്. അത് നിങ്ങളൊന്നും കേട്ടില്ലല്ലോ, അനുഭവിച്ചോ? ഈ എങ്ങനെ ഈ കോഴി കട്ട കോഴിയെത്തുന്ന നിൽക്കാണ് നിങ്ങൾ ഞാനും അല്ലേ? പെണ്ണുങ്ങളുടെ മുഖത്തെങ്ങനെ നോക്കണം നമ്മള്? കാര്യം ചെയ്യാം, പൈസ കൊടുക്കണം. പിന്നെ നീ കോഴി എടുത്തിട്ടുണ്ടോ ഇല്ലയോ? എന്റെ പൊന്നളിയാ, ഞാൻ കോഴി എടുത്തിട്ടില്ലളിയാ. നീ ചോദിക്കാൻ സമാനം പറഞ്ഞാ മതി. നീ മുത്തുമയുടെ കോഴിയെ കട്ടിട്ടുണ്ടോ? എന്റെ കട്ടിട്ടില്ലേ? അളിയാ, ഞാൻ ചന്തന്ന് വാങ്ങിച്ചിട്ടുള്ള കോഴി അളിയൻ അമ്മാവന് കണ്ടല്ലേ? നോണ പറയരുത്. அண்ணா சத்தியமா அது எந்த கோழி அண்ணா? நான் குலதெய்வத்துக்கு நேர்ந்து விட்ட கோழி. ദൈവത്തിന് തൊട്ട് കളിക്കരുത്. ആ പിന്നെ മുത്തുമണിയുടെ കാര്യം ചെയ്യ്, ഇങ്ങ് വാ. അളിയാ, നിന്റെ പൈസ ഞാൻ തരും. ആവശ്യമില്ലാത്ത പരിപാടി ചെയ്യരുത്. അളിയാ കുളിയാ ഒന്ന് പറയണ്ട. അളിയാ, പൈസ കൊടുക്കരുത്. ഇവിടെ പെരും കള്ളിയാണ്, പെരും കള്ളി. யாரு கள்ளி? நீ கோழியை திருடி தின்னுட்டு நீ கள்ள. ஆஹா. ഈ കളിക്കരുത്. മുത്തുമണിയുടെ കോഴി എന്റെ അളിയൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തരും കോഴിയുടെ പൈസ. എന്റെ അളിയാ, ഞാൻ ചന്തന്ന് മേടിച്ചോണ്ടത് നമ്മളെ മലയാളി കോഴിയാണ്, അത് തമിഴ് കോഴി അല്ല. തമിഴ് കോഴിയില്ല. നീ കെട്ടിട്ടുണ്ടാവൂടാ. നീ കള്ളനാണ്, കള്ളനാണ്, പെരും കള്ളനാണ്. அதுதான் திருடன் திருடன் பெரிய திருடன். ഇവര് പറയുന്നത് ശരിയാന്ന് തോന്നുന്നു. ഈ ലോട്ടറി അടിച്ചു എന്ന് പറയണല്ലാതെ ഞാൻ ഈ ലോട്ടറി കണ്ടിട്ടില്ല, പൈസ കണ്ടിട്ടില്ല. ഒരു കോഴിനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ വന്നേക്കണു. நான் சொல்றேன், அது என் குலதெய்வம் கருப்பசாமியோட கோழி அது. കറുപ്പസ്വാമിക്ക് ഒഴിഞ്ഞിട്ട കോഴി ഇനി കിട്ടില്ല. അത് ഞങ്ങൾ തിന്നു. ஐயோ கடவுளே. കരയണ്ട. കോഴിയുടെ പൈസ എത്ര പറ? അളിയാ, കൊടുക്കരുത്. ഞാനാണ് പറയണത്. அண்ணா പൈസ കൊടുക്കരുത്. 750 രൂപ അണ്ണാ. 750 രൂപ പൈസ തരില്ല. അളിയാ, 500. അളിയൻ കാല് പിടിക്കാൻ പൈസ കൊടുക്കരുത്. അമ്മാവാ, നീ മിണ്ടരുത് എന്തോ ആൾക്കാര് കേൾക്കണം, പ്ലീസ്. ഇത് പൈസ കൊടുത്താൽ ഞാൻ കള്ളനാവും. അല്ലെങ്കിൽ നീ കള്ളനാ. നിങ്ങൾ അമ്മാവന ചുമ്മാ ഇരിക്കും. അളിയാ, 800 നോട്ടെ. കാല് പിടിക്കാൻ പൈസ 50 വെച്ചോ. அண்ணா நீங்க ரொம்ப நல்லவர்ண்ணா. ആ ശരി. உங்கள மாதிரி ஒரு நல்லவர் நான் பார்த்ததே இல்ல. ஆனா உங்க ஃபேமிலில எப்படின்னா அப்படி ஒரு கள்ளனை கொண்டு வந்தீங்க. என்னடா கண்ணா? நம்ம கோழி கிடைச்சாச்சு. கோழியா? எங்க பார்த்த? பக்கத்து வீட்டு சுமதி அக்கா வீட்டுல. நம்ம சிகப்பு கொண்ட வச்ச கோழியவா? அதேதான். நிஜமாவா சொல்ற? ஆமா. ஐயோ, தப்பு நடந்து போச்சு. கடவுளே. அக்கா, சின்ன குழந்தை இல்லையா, ஏதோ தெரியாம பார்த்து சொல்லியிருப்பான். மன்னிச்சிருங்க சார். അപ്പൊ കോഴിയുടെ കോഴി அது இருக்கு சார், எங்க கோழி இருக்கு. அப்ப ഈ കോഴി അല്ല. மனசுல ஒண்ணு வச்சுக்காத, நான் போயிட்டு வரேன். ക്ലീറ്റ എന്നെയും കൂടി കൊണ്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ, ക്ലീറ്റസ് നല്ലോനാന്ന്. Alien versus Alien.